നമസ്കാരം. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ ദർശനം വെറുമൊരു മുദ്രാവാക്യമല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രതിരോധ രംഗത്ത് വിദേശ രാജ്യങ്ങളെയും വിദേശ കമ്പനികളെയും മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കറുത്ത ഭൂതകാലം ഭാരതത്തിന് ഉണ്ടായിരുന്നു. ആയുധങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കുമായി ദശകങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന അഴിമതികളിൽ മുങ്ങിത്താഴ്ന്ന ആ പഴയ വ്യവസ്ഥിതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ടാണ് മോദി സർക്കാർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാരതത്തിന്റെ സ്വന്തം തദ്ദേശീയ യുദ്ധവിമാനമായ തേജസിന്റെ ഏറ്റവും പുതിയ പതിപ്പ് തേജസ് MK-1A. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് നിർമ്മിക്കുന്ന അത്യാധുനികമായ തേജസ് MK-1A യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് 2026 ആഗസ്റ്റ് അവസാനത്തോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യ വാരത്തോടെയോ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ്. ഭാരതത്തിന്റെ വ്യോമാതിർത്തികൾ കാക്കാൻ, ശത്രുക്കളുടെ നെഞ്ചിലേക്ക് ഭയം വിതയ്ക്കാൻ നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ പറന്നുയരുമ്പോൾ അത് ചരിത്ര നിമിഷമായി മാറും. ഈ പദ്ധതിയുടെ വഴി ഒരിക്കലും എളുപ്പമായിരുന്നില്ല. തദ്ദേശീയമായി ഭാരതം യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് സ്വയം പര്യാപ്തത നേടുന്നത് ഇഷ്ടപ്പെടാത്ത പല ആഗോള ശക്തികളും ഇതിനെതിരെ കരുക്കൾ നീക്കിയിരുന്നു. വിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾ നൽകേണ്ടിയിരുന്ന അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി F404 എഞ്ചിനുകൾ എത്തിക്കാൻ വലിയ രീതിയിൽ താമസിപ്പിച്ചു. പ്രതിരോധ രംഗത്ത് ഭാരതം കൈവരിക്കുന്ന ഈ വൻ കുതിപ്പിനെ എങ്ങനെയെങ്കിലും തളർത്തുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. എന്നാൽ മുൻകാല സർക്കാരുകളെ പോലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറുന്ന ഒന്നായിരുന്നില്ല ഇന്നത്തെ കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകളും ശക്തമായ നയതന്ത്ര നിലപാടുകളും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തി. എഞ്ചിൻ വിതരണം വൈകിയപ്പോഴും HAL തങ്ങളുടെ നിർമ്മാണ ലൈനുകൾ അടച്ചുപൂട്ടാൻ തയ്യാറായില്ല. വിദേശത്തു നിന്നും എഞ്ചിൻ വരാൻ കാത്തിരിക്കാതെ മറ്റ് സാങ്കേതിക ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. ഇതിന്റെ ഫലമായി എഞ്ചിനുകൾ എത്തുന്നതിന് മുൻപ് തന്നെ 30ഓളം തേജസ് MK-1A എയർ ഫ്രെയിമുകൾ ഭാരതം പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. ഇത് ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപാദനശേഷിയുടെയും എഞ്ചിനീയർമാരുടെ കഠിനാധ്വാനത്തിന്റെയും ഉത്തമമായ ഉദാഹരണമാണ്. നിലവിൽ ഈ വിതരണ തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങിയിരിക്കുകയാണ്. HALന് അടുത്തിടെ 6 GE F404 എഞ്ചിനുകൾ ലഭിച്ചു കഴിഞ്ഞു. വരും മാസങ്ങളിൽ കൂടുതൽ എഞ്ചിനുകൾ ഇന്ത്യയിൽ എത്തുന്നതോടെ വിമാനങ്ങളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാകും. പഴയ തേജസ് വിമാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതിശക്തവുമാണ് പുതിയ തേജസ് MK-1A പതിപ്പ്. ആധുനിക യുദ്ധമുഖങ്ങളിൽ ഭാരതത്തിന് പൂർണ്ണ മേധാവിത്വം നൽകാൻ തക്കവണ്ണമുള്ള സവിശേഷതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AESA റഡാർ ശത്രുക്കളുടെ വിമാനങ്ങളെയും മിസൈലുകളെയും വളരെ ദൂരത്തു നിന്ന് തന്നെ കൃത്യമായി കണ്ടെത്താനും ഒരേ സമയം പല ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഈ റഡാർ സംവിധാനത്തിലൂടെ സാധിക്കും. ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ശത്രുരാജ്യങ്ങളുടെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ജാം ചെയ്യാനും നമ്മുടെ വിമാനങ്ങളെ സുരക്ഷിതമായി നിലനിർത്താനും ഈ ആധുനിക സംവിധാനം സഹായിക്കുന്നു. BVR മിസൈലുകൾ കൺവെട്ടത്ത് കാണാൻ കഴിയാത്തത്ര ദൂരമുള്ള ശത്രുക്കളെ പോലും കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തൊടുക്കാൻ തേജസ് MK-1Aക്ക് സാധിക്കും. ആകാശത്തു തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം വിമാനം നിലത്തിറക്കാതെ തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്നതിലൂടെ കൂടുതൽ സമയം യുദ്ധമുഖത്ത് തുടരാൻ തേജസിന് കഴിയും. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാത്ത നയമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. 2021 ഫെബ്രുവരിയിൽ 83 തേജസ് MK-1A വിമാനങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം 48,000 കോടി രൂപയുടെ ചരിത്രപരമായ കരാറാണ് ഒപ്പിട്ടത്. പ്രതിരോധ രംഗത്ത് തദ്ദേശീയമായി ഭാരതത്തിൽ നടന്ന ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതിനു പുറമെ വ്യോമസേനയുടെ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ 97 തേജസ് വിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അടുത്തിടെ അനുമതി നൽകിയിട്ടുണ്ട്. ഈ വലിയ ഓർഡറുകൾ ഭാരതത്തിലെ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകുന്നത്. ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇതിലൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. വിദേശ കമ്പനികൾക്ക് കോടികൾ ദാനം നൽകിയിരുന്ന സ്ഥാനത്ത് ആ പണം രാജ്യത്തെ തൊഴിലാളികളിലേക്കും എഞ്ചിനീയർമാരിലേക്കും എത്തിക്കാൻ മോദി സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ സാധിച്ചു. വിമാനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയും തങ്ങളുടെ പ്രവർത്തന സജ്ജീകരണങ്ങൾ വേഗത്തിലാക്കുകയാണ്. 2 സ്ക്വാഡ്രണുകൾ പൂർണ്ണമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പൈലറ്റുമാർ തമിഴ്നാട്ടിലെ സുലൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ പ്രത്യേക പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. വ്യോമസേനയുടെയും മാനദണ്ഡങ്ങൾ പ്രകാരം ഓരോ പുതിയ തേജസ് MK-1A സ്ക്വാഡ്രണിലും 20 വിമാനങ്ങൾ വീതമുണ്ടാകും. ഇതിൽ 16 സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളും 4 ട്വിൻ സീറ്റ് ട്രെയിനർ വിമാനങ്ങളുമാകും ഉൾപ്പെടുക. 2026 അവസാനത്തോടെ 18 മുതൽ 24 വരെ തേജസ് MK-1A വിമാനങ്ങൾ HAL കൈമാറുന്നതോടെ വ്യോമസേനയ്ക്ക് തദ്ദേശീയ വിമാനങ്ങളുടെ ആദ്യ സ്ക്വാഡ്രൺ പൂർണ്ണ സജ്ജമാക്കാൻ സാധിക്കും.
പ്രതിരോധ രംഗത്ത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന വിദേശാശ്രയത്വവും അഴിമതി നിറഞ്ഞ പഴയ വ്യവസ്ഥിതിയും പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് അമേരിക്കൻ കമ്പനിയായ GE എഞ്ചിനുകൾ നൽകാൻ വൈകിയപ്പോൾ പദ്ധതി പാളുമെന്ന് കരുതി കൈകൊട്ടി ചിരിച്ചവർക്ക് ഭാരതം നൽകിയ മറുപടി. എഞ്ചിൻ വരാൻ കാത്തിരുന്ന് സമയം കളയാതെ 30ഓളം എയർ ഫ്രെയിമുകൾ മുൻകൂട്ടി നിർമ്മിച്ച് സജ്ജമാക്കിയ HAL ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും നിശ്ചയദാർഢ്യം സമാനതകളില്ലാത്തതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നയതന്ത്ര ഇടപെടൽ കൂടിയായപ്പോൾ ആഗോള തടസ്സങ്ങൾ വഴിമാറാൻ നിർബന്ധിതമായി. ഒരു യുദ്ധമുണ്ടായാൽ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യയെ വിശ്വസിച്ച മോദി സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിന് ലഭിച്ച വലിയൊരു വിജയം കൂടിയാണിത്. മുൻപ് വിദേശ കമ്പനികൾക്ക് കോടികൾ ദാനം നൽകിയിരുന്ന സ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ തദ്ദേശീയ ഓർഡറുകളിലൂടെ ആ പണം രാജ്യത്തെ തൊഴിലാളികളിലേക്കും എഞ്ചിനീയർമാരിലേക്കും എത്തിക്കാൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ സാധിച്ചു. നമ്മുടെ അതിർത്തികൾ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള കൃത്യമായ മറുപടിയാണ് ഇത്. ചൈനീസ് വിമാനങ്ങളെക്കാൾ എത്രയോ മുകളിലുള്ള തേജസ് MK-1A വരവ് കൂടിയായപ്പോൾ അവരെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയെ വെറും ഇറക്കുമതി രാജ്യമെന്ന് വിളിച്ച് പരിഹസിച്ചവർക്ക് മുന്നിൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് കരുത്ത് കാട്ടുന്ന നവഭാരതത്തിൻ്റെ പ്രതീകമായി തേജസ് മാറിയിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ ദല്ലാളന്മാരെ തുരത്തി രാജ്യത്തിൻ്റെ സുരക്ഷ രാജ്യത്തിൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമാക്കിയ മോദി സർക്കാരിൻ്റെ ഈ വലിയ വിജയം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. പ്രതിരോധ മേഖലയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും നമ്മുടെ യുവ എഞ്ചിനീയർമാർക്കും വലിയ തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. കോടികളുടെ വിദേശ ഇടപാടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പഴയ അഴിമതി പണത്തിൻ്റെ കരിനിഴലുകൾ പൂർണ്ണമായും തുടച്ചു നീക്കാനും ഈ സുതാര്യമായ നയത്തിലൂടെ സാധിച്ചു. സാമ്പത്തിക പരമാധികാരവും സൈനിക സുരക്ഷിതത്വവും ഒരുപോലെ ഉറപ്പാക്കിക്കൊണ്ട് നവഭാരതം കൈവരിക്കുന്ന ഈ കുതിപ്പ് പ്രതിരോധ രംഗത്ത് ഒരു വലിയ ചരിത്രമാണ് കുറിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യയെ വെറും ഇറക്കുമതി രാജ്യമെന്ന് വിളിച്ച് പരിഹസിച്ചവർക്ക് മുന്നിൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ തക്കവണ്ണം ഭാരതത്തെ മാറ്റിയെടുത്തത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഭരണമാണ്. പ്രതിരോധ രംഗത്തെ ദല്ലാളന്മാരെയും അഴിമതിക്കാരെയും തുരത്തി രാജ്യത്തിൻ്റെ സുരക്ഷ രാജ്യത്തിൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമാക്കിയ മോദി സർക്കാരിൻ്റെ ഈ വലിയ വിജയം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ശത്രുക്കളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത സ്വന്തം ചിറകുകൾ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന നവഭാരതത്തിൻ്റെ പ്രതീകമായി തേജസ് MK-1A മാറിയിരിക്കുകയാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.